ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇലക്ഷൻ റിസൾട്ട് വന്നു. 11 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരു പുതിയ മുഖ്യമന്ത്രിയെ കിട്ടി. കേരള ഹാപ്പിയാണ്. 4 ദിവസം മുമ്പ് നമ്മുടെ പുതിയ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്തു. വലിയ ആരവവും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ആദം നീ എവിടെയാകുന്നു? ഒരു ബിബ്ലിക്കൽ ടൈറ്റിലാണ്. ആദം പാപം ചെയ്ത് ഒളിച്ചിരുന്നപ്പോൾ ദൈവം അന്വേഷിച്ചു വന്നു. ദൈവം ചോദിച്ചു, ആദം നീ എവിടെയാണ്? അതിൽ നിന്നാണ് പുസ്തകം ആരംഭിക്കുന്നത്. ആദത്തെ അന്വേഷിച്ച് ദൈവത്തെ അന്വേഷിക്കുന്ന വി.ഡി. സതീശൻ, അതാണ് പുസ്തകത്തിൻ്റെ പ്രമേയം. അദ്ദേഹം പല ക്രിസ്തീയ കൺവെൻഷൻസിലും നടത്തിയ സെലക്ട് ചെയ്യപ്പെട്ട പ്രസംഗങ്ങളുടെ സമാഹാരമാണ് ആദം നീ എവിടെയാകുന്നു എന്നുള്ള പുസ്തകം. വി.ഡി. സതീശൻ ക്രൈസ്റ്റ് അദ്ദേഹത്തിൻ്റെ മാർഗദർശി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോഴേക്കും വളരെ ചുരുങ്ങി ചിന്തിക്കുന്ന ആൾക്കാർ അദ്ദേഹത്തെ ക്രിറ്റിസൈസ് ചെയ്തു. അപ്പോൾ അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ട്രൂത്താണ്. ക്രൈസ്റ്റ് ട്രൂത്താണ്. ദാറ്റ്സ് യൂണിവേഴ്സൽ. ഒറ്റ തവണ ഈശോനെ നോക്കിയാൽ മതി, ഈശോ ഇൻഫ്ലുവൻസ് ചെയ്ത് ആരുമില്ലെന്നാണ് വി.ഡി. സതീശൻ പറയുക. അപ്പോൾ ഈശോ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈശോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് കാണരുത്. ഈശോ എല്ലാവർക്കും ഉള്ളതാണ്. ജീസസ് ഈസ് ഫോർ ഓൾ. ഈ ചുരുങ്ങി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ഈശോ എന്നൊക്കെ പറയുന്നത്. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പുതിയ മുഖ്യമന്ത്രി വന്നു, വിജയ്. വിജയുടെ കൂടെ ഇപ്പോൾ ജോസഫ് വിജയ് എന്നുള്ള പേര് ചില ആൾക്കാർ ഇങ്ങനെ ചേർത്ത് പറയും. എന്തിനാണത്? ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇലക്ഷന് ജയിച്ച് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ മുട്ടിലിഴഞ്ഞ് പോകുന്നതും, പിന്നെ അദ്ദേഹം കർത്താവിൻ്റെ ഫോട്ടോ ഗവർണർക്ക് സമ്മാനിക്കുന്നു, അങ്ങനെ കുറേ റീൽസും ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർ ഇദ്ദേഹത്തെ ക്രിസ്ത്യാനിയാണെന്നിങ്ങനെ ലോകത്തോട് പറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുകയാണ്. ഇതുപോലെ തന്നെ ഇനി നമ്മുടെ വി.ഡി. സതീശനെ കുറിച്ച്, അദ്ദേഹത്തിന് ബൈബിളിനോട് ഇഷ്ടത്തെക്കുറിച്ച്, ഈശോയുടെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ഇനി ഒരുപാട് റീൽസൊക്കെ ഇറങ്ങും. നമ്മളാരും വി.ഡി. സതീശനെ മാമോദിസ മുക്കേണ്ട കാര്യമൊന്നുമില്ല. ക്രൈസ്റ്റിനെ മാർഗദർശിയായിട്ട് കാണുന്ന മനുഷ്യൻ, ക്രൈസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തൊരു മനുഷ്യനാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ കാണേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ചേർക്കാനല്ല നോക്കേണ്ടത്. കാരണം അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ഞങ്ങളുടെ അല്ല, നമ്മുടെ മുഖ്യമന്ത്രി. അത് എല്ലാവർക്കും സ്വന്തമാണെന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവണം. ഇന്നത്തെ ഗോസ്പലിൽ ആ ചിന്ത വളരെ മനോഹരമായിട്ട് നൽകുന്നുണ്ട്. ഇന്ന് ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മൾ. ഭാഗവതാണ്, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായമാണ്, ലാസ്റ്റ് പാർട്ടാണ്. ഏറ്റവും അവസാനമായിട്ട് ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് നൽകിയ കമാൻഡ്മെൻ്റാണ്, കൽപ്പനയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങൾ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. അതിനെ മാമോദീസ മുക്കുക എന്നുള്ളൊരു ചെറിയ വാക്കായിട്ട് ചുരുക്കരുത്. ജ്ഞാനസ്നാനം നൽകുവിൻ, ജ്ഞാനത്തിൽ കുളിപ്പിച്ചെടുക്കുക. എന്തിൻ്റെ ജ്ഞാനത്തിൽ? ക്രിസ്തുവിൻ്റെ ജ്ഞാനത്തിൽ, ക്രിസ്തുവിൻ്റെ അനുകമ്പയിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ, കരുതലിൽ ഈ ലോകത്തെ മുഴുവൻ നിങ്ങൾ മുക്കിയെടുക്കുന്ന ഈശോ പറയാം. അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത്. അത് ഈശോ നമുക്ക് നൽകിയ കൽപ്പനയായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ ജ്ഞാനസ്നാനത്തിൽ അല്ലെങ്കിൽ ജ്ഞാനത്തിൽ മുക്കിയെടുക്കേണ്ടത്? കഴിഞ്ഞ ബുധനാഴ്ച മൂന്നാറിനടുത്തുള്ള ഗൂഡാറുകളിൽ ഒരു ക്യാമ്പിന് പോയി. അവിടെ കുട്ടികൾ ക്ലാസ് എടുക്കാനാണ് പോയത്. വരാപ്പുഴ അതിരൂപത ഈ വർഷം സംഘടിപ്പിച്ച, ജീസസ് യൂത്തിലെ അംഗങ്ങളാണ് അവർ സംഘടിപ്പിച്ച ഡെസ്റ്റിനേഷൻ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഇവിടെ നിന്ന് 24 പേരുണ്ടായിരുന്നു. ഒരു ബസ്സിൽ കയറി അവരെ പോയി 5 ദിവസമാണ് അവിടുത്തെ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ദിവസം എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു. സൈലൻറ്റ് വാലിയിലാണ് പോകുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് തന്നെയാണ് ഈ സൈലൻറ്റ് വാലി. അവിടെ ചെന്നപ്പോൾ തോന്നി ക്ലാസ് എടുക്കാനും തോന്നിയില്ല. പകരം ചെയ്തത് അവിടെയുള്ള നല്ല പച്ച പുൽമേടുകൾ, വളരെ നാച്ചുറലായിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ഒഴുകുന്ന അരുവികൾ, സൈലൻ്റ് നിശബ്ദതയാണ്. ആകെ കേൾക്കുന്ന എന്താ? കിളികളുടെ ശബ്ദം കേൾക്കാം. പിന്നെ ഈ പെബിൾസൊക്കെ നിറഞ്ഞ അരുവിലൂടെ വെള്ളം പോകുമ്പോഴുള്ള ശബ്ദം കേൾക്കാം. അതുപോലെ ക്ലിയർ ആയിട്ട് നമുക്ക് കാത് കേൾക്കാൻ പറ്റും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഈ കുട്ടികളെ 4 ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുത്ത പ്രോജക്റ്റ് ഇതാണ്. നിങ്ങൾ വിസ്പേഴ്സ് ഓഫ് സൈലൻസ് എന്ന പേരിൽ 10 ഫോട്ടോസ് എടുത്ത് നിങ്ങൾ കഥ പറയാൻ പറഞ്ഞു. 10 ഫോട്ടോസ് അത് വെച്ചിട്ട് കഥ പറയാൻ പറഞ്ഞു. അപ്പോൾ അവർക്കൊരു ക്യാമറ കൊടുത്തു, പിന്നെ ഒരു അര ദിവസം മുഴുവൻ കൊടുത്തു. അവരിങ്ങനെ 4 ഗ്രൂപ്പിലായിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം അവർ തിരിച്ചു വന്നു. ഞങ്ങളൊരു ഇവാലുവേഷന് വേണ്ടിയൊക്കെ ഇരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കണ്ടത് ഇത്ര ബ്യൂട്ടിഫുൾ, എവിടെ ക്യാമറ വെച്ചാലും അത്ര ബ്യൂട്ടിഫുൾ ഫ്രെയിം കിട്ടും, അതുപോലത്തെ സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് അവരതിന് പ്രാധാന്യം കൊടുത്തുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുവരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. 1-2 ഗ്രൂപ്പുകാർ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഒരു ഗ്രൂപ്പുകാർ എക്സെപ്ഷണലി അവരുടെ തിങ്കിങ് വേറെ ആയിരുന്നു. അവർ ചെയ്തത് എന്താണെന്നറിയാമോ? അവർ താമസിച്ചത് അവിടെയുള്ള സാധാരണ വീടുകളിലൊക്കെ 1-2 പേരൊക്കെ ആയിട്ട് താമസിക്കുന്നത്.
അപ്പോൾ അവർ ഈ വിസ്പേഴ്സ് ഓഫ് സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞൊരു തീം കൊടുത്തപ്പോൾ, വിസ്പേഴ്സ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞ തീം കൊടുത്തപ്പോൾ അതിലൊരു കുട്ടി ചെയ്തത്, ആ കുട്ടി അവിടെയുള്ള അവർ താമസിച്ച വീട്ടിലൊരു പ്രായമുള്ള അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചിയോട് ഇങ്ങനെ ചോദിച്ചു, ഞങ്ങളിവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നിങ്ങൾക്കുള്ള അനുഭവം എന്താണ്? അവരൊരു സങ്കടമുണ്ട്. ഓരോ ദിവസം 1-2 വണ്ടികളൊക്കെ വന്ന് ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവിടുത്തെ സൈലൻസ് ബ്രേക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ നമ്മൾ ലിറ്റർ ചെയ്യുന്നു, നമ്മൾ പൊള്യൂട്ട് ചെയ്യുന്നു, നമ്മൾ കുറേ പ്ലാസ്റ്റിക്കും കുറേ ക്യാരി ബാഗ്സും ഒക്കെ അവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു, ഒച്ചയുണ്ടാക്കുന്നു, ഉപദ്രവമാണെന്ന് അവർ പറയുന്നത്. ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലം അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു. ഞാൻ അവിടെ ചിന്തിച്ചെന്തെന്നറിയാമോ, നമ്മുടെ ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണ്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ എത്ര കരുതലോടെയാണ് കാര്യങ്ങൾ കാണുന്നത്, എത്ര കരുതലോടെയാണ് കാണുന്നത്. ഇവരെന്തിനെ കൊണ്ടുപോയെന്നറിയാം. ഇവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞ ആൾക്കാരാണല്ലോ, അപ്പം നിങ്ങൾ അവിടെ ചെന്നിട്ട് ക്രിസ്തുവിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇവരെങ്ങനെ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് അവിടെ സങ്കടങ്ങളിലേക്ക് അവർ നോക്കി, അവരനുഭവിക്കുന്ന വേദനകൾ അവർ മനസ്സിലാക്കി, അത് കേൾക്കാനൊരിത് കൊടുത്തു. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എടോ സുഖമാണോ ആടോ എന്ന് ചോദിക്കലാണ്. എടോ സുഖമാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണ് സുവിശേഷം. അല്ലാതെ ഒരുപാട് പ്രസംഗിക്കലൊന്നുമല്ല. അസീസിൽ മിസ്റ്റർ ഫ്രാൻസിസ് പറയുന്നില്ലേ, പ്രീച്ച് ഓൾവേസ് പ്രീച്ച് ഗോസ്പെൽസ് ആൻഡ് ഇഫ് നെസസറി യൂസ് വേർഡ്സ് എന്ന് പറയാം. അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം വാക്ക് ഉപയോഗിച്ചാൽ മതി, അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം, വാക്കേ വേണ്ട. നീ ഒരാൾ കൂടെ ചേർന്ന് നിന്നാൽ അതാണ് സുവിശേഷം. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ സങ്കടങ്ങളെ തിരിച്ചറിയുക, എന്നിട്ട് നമ്മൾ ഒരു ഉത്തരമാവുക. അതാണ് സ്വർഗത്തിലേക്ക് കയറാനുള്ള വഴി, അതാണ് സ്വർഗാരോഹണം. ഹാപ്പി സൺഡേ. വചനജായ 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 വചനജായ